ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സ്പോക്കൺ ഇംഗ്ലീഷിൽ വുഡ് എന്ന് പറയുന്ന വേർഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പലർക്കും സംശയമുള്ള ഒരു ടോപ്പിക്കാണ് വുഡ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ സ്കിപ്പ് അടിക്കാതെ ശ്രദ്ധിച്ച് കേൾക്കുക, അതുപോലെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. വുഡ് ആദ്യം മനസ്സിലാക്കേണ്ടത് വുഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവായ വുഡൻറ്റ്, വുഡ് ആൻഡ് വുഡൻറ്റ്, ഈ രണ്ടിൻ്റെയും കൂടെ എപ്പോഴും നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്? വെർബ് ഫസ്റ്റ് ഫോം ആണ്. വെർബ് ഫസ്റ്റ് ഫോം. ഇനി അടുത്താണ് വുഡ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും വുഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ചിന്തിക്കുകയാണ്, ഇത് പാസ്റ്റാണ്. അങ്ങനെ ചിന്തിക്കരുത്. വുഡ് പ്രസന്റ് ആവാം, അതുപോലെ പാസ്റ്റ് ആവാം, അതുപോലെ തന്നെ ഫ്യൂച്ചറും ആവാം. ഒന്ന് പറയാം, വുഡ് എന്ന് പറയുന്ന വേർഡ് പ്രസന്റ് ആവാം, അല്ലെങ്കിൽ പാസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവാം. എപ്പോഴാണോ വുഡിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്ന ടൈം വരുന്നുവോ അപ്പോൾ മാത്രമാണ് വുഡ് പാസ്റ്റ് ആകുന്നത്. ഒന്നുകൂടി പറയാം, വുഡിൻ്റെ കൂടെ എപ്പോഴാണ് പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പാസ്റ്റിനെ കാണിക്കുന്ന വേർഡ് വരുന്നത് അപ്പോൾ മാത്രമാണ് വുഡ് പാസ്റ്റായി മാറുന്നത്. അല്ലാത്ത എല്ലാ സമയത്തും വുഡ് എന്താണ്? പ്രസന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആയിരിക്കാം. ഓക്കെ, പാസ്റ്റ് ടൈം ഉണ്ടോ എന്നാൽ മാത്രം വുഡ് എന്താണ്? പാസ്റ്റ് ആണ്. അല്ലാത്ത എല്ലാ സമയത്തും വുഡ് എന്താണ്? പ്രസന്റ് ആണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആണ്. അത് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഓരോന്നായി ഒരുപാട് വുഡിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 4 ഉപയോഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പ്രധാനപ്പെട്ട 4 സ്പോക്കൺ ഇംഗ്ലീഷിൽ ഉപയോഗം ഇതിൻ്റെ വുഡിൻ്റെ. ഒന്നാമതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക, അല്ലേ? ഇങ്ങനെയാണ് ചെയ്യാമോ എന്നുള്ളത്. എന്താണ്? ചെയ്യാമോ. എക്സാമ്പിൾ, ഉദാഹരണം നോക്കാം. നമ്മളൊരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് പോവാണ്. ഓക്കെ, അവിടെ ചെന്നിട്ട് നമ്മൾ പറയുകയാണ്, എക്സ്ക്യൂസ് മീ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ. അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പറയാണ്, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് വെച്ചാൽ എന്തായി? നിങ്ങൾ ദയവായി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങൾ ദയവായി എന്നൊന്ന് സഹായിക്കുമോ എന്നാണ്. ഓക്കെ, അപ്പോൾ സംശയം, അല്ല സാറേ, ഇവിടെ വുഡിൻ്റെ പകരം നമുക്ക് കുഡ് ഉപയോഗിച്ചൂടെ? കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ഉപയോഗിച്ചൂടെ? കുഡ്, തീർച്ചയായിട്ടും. കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, അതുപോലെ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, രണ്ടും എന്താണ്? കുഡ് ആൻഡ് വുഡ് രണ്ടും പൊളൈറ്റ് റിക്വസ്റ്റ് ആണ്. എന്നുവെച്ചാൽ വിനീതമായി അഭ്യർത്ഥിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് വുഡ്, അതുപോലെ തന്നെ കുഡ്. വുഡ് യു പ്ലീസ് ആൻഡ് കുഡ് യു പ്ലീസ്. അപ്പോൾ എന്താണ് വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. കുഡ് എന്ന് പറഞ്ഞാൽ കഴിയുമോ, നിങ്ങൾക്ക് ദയവായി എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? ആർ യു ഏബിൾ ടു ഹെൽപ്പ് മീ, നിങ്ങൾക്ക് എന്നെ ദയവായി ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ? പക്ഷെ ഇത് കഴിയുമോ എന്നല്ല, എന്താണ്? ചെയ്യുമോ എന്നാണ്. എന്താണ്? ചെയ്യുമോ, നിങ്ങൾ ദയവായി എന്നെ ഹെൽപ്പ് ചെയ്യുമോ, നിങ്ങൾ ദയവായി എന്നെ എന്ന് ഹെൽപ്പ് ചെയ്യുമോ. ഇത് ചെയ്യുമോ ആണ് വുഡ്. കുഡാണെങ്കിലോ കഴിയുമോ, ചെയ്യാൻ കഴിയുമോ. അതുകൊണ്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, ദയവായി നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്നെ. രണ്ടാമതാണ്, വുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ. എന്താണ്? വുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ, ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൊണ്ടുവരുമോ എന്നാണ്. കൊണ്ടുവരുമോ, കഴിയുമോ എന്നല്ല, കൊണ്ടുവരുമോ. ഓക്കെ, അപ്പോൾ പറയാം, വുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ, അല്ലെങ്കിൽ കുഡ് ഉപയോഗിക്കാം, കുഡ് യു പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ. ഇനി അടുത്താണ് വുഡ് യു പ്ലീസ്, അല്ലേ? വുഡിൻ്റെ കൂടെ എപ്പോഴും എന്താണ്? വെർബ് ഫസ്റ്റ് ഫോം. വുഡ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം, വുഡ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം കം. വുഡ് യു പ്ലീസ് കം ടു മീ, ദയവായി നിങ്ങൾ എൻ്റെ അടുത്ത് വരുമോ. അപ്പോൾ കുഡാണെങ്കിലോ, കുഡ് യു പ്ലീസ് കം ടു മീ, ദയവായി നിങ്ങൾ എൻ്റെ അടുത്ത് വരാൻ കഴിയുമോ, നിങ്ങൾക്ക് വരാൻ കഴിയുമോ എന്നായി. വുഡാണെങ്കിലോ വരുമോ എന്നായി. ഓക്കെ, വുഡ് യു പ്ലീസ് കം ടു മീ, വുഡ് യു പ്ലീസ് ലിസൺ ടു ദിസ് വീഡിയോ വെരി കെയർഫുള്ളി. ഓക്കെ, ഇനി അടുത്താണ്, വുഡ് യു പ്ലീസ് ഓപ്പൺ ഈസ് എക്സ്ട്രാ. വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ, എക്സ്ക്യൂസ് മീ, വുഡ് യു പ്ലീസ് സ്വിച്ച് ഓൺ ദ ഫാൻ, ദയവായി നിങ്ങൾ ആ ഫാൻ ഒന്ന് ഓൺ ചെയ്യുമോ. ക്ലിയർ? ഇനി അടുത്താണ്, വുഡ് യു പ്ലീസ് ക്ലോസ് ദ വിൻഡോ, ദയവായി നിങ്ങൾ ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുമോ. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോകുമ്പോൾ വുഡോ അല്ലെങ്കിൽ കുഡോ ഉപയോഗിച്ച് വേണം പറയാൻ. ഓക്കെ, ഒരു വെയിറ്റർ വരുന്നു, വെയിറ്റർ പറയാണ്, എക്സ്ക്യൂസ് മീ, കുഡ് യു പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് ടീ. ഓക്കെ, അങ്ങനെയാണ് ചോദിക്കേണ്ടത്. വുഡോ അല്ലെങ്കിൽ കുഡോ രണ്ടും ഉപയോഗിക്കാം. കാരണം രണ്ടും എന്താണ്? പൊളൈറ്റ് റിക്വസ്റ്റ്
പൊളൈറ്റ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഉപയോഗം, വുഡിൻ്റെ ഒന്നാമത്തെ ഉപയോഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ രണ്ടാമത്തെ വുഡിൻ്റെ ഉപയോഗമാണ് ഓഫർ. എന്താണ്? നമ്മൾ ഓഫർ കൊടുക്കുകയാണ്. ഓഫർ വേണോ വേണമോ എന്ന്. എക്സാമ്പിൾ ഞാൻ പറയാണ്. നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് പോകുന്നു. ഓക്കെ, വെയിറ്റർ വരുന്നു. വെയിറ്റർ വന്നിട്ട് ചോദിക്കണം നമ്മോട്, ഇത് എക്സ്ക്യൂസ് മീ, വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? നിങ്ങൾക്ക് ഒരു കപ്പ് ചായ വേണോ എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ്, അല്ലെ ഒരു അതിഥി വന്നു. ആ ഒരു ഗസ്റ്റിനോട് നമ്മൾ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് കോഫി? വുഡ് യു ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ? ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, എന്താണ്? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? നമ്മുടെ വുഡിൻ്റെ രണ്ടാമത്തെ ഉപയോഗമാണ് ഓഫർ കൊടുക്കുക. വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെയും പറയാം, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? ഇതൊന്നും കൂടി ബെറ്റർ ആവും. ഏതാണ്? ടു ഹാവ്. വുഡ് ലൈക്ക് ടു പ്ലസ് ഒരു ഫസ്റ്റ് ഫോം. അതാണ് വുഡ് ലൈക്ക് പ്ലസ് ഒരു ഫസ്റ്റ് ഫോം. കുഴപ്പമില്ല. അപ്പോൾ വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? നിങ്ങൾക്ക് ഒരു കപ്പ് ചായ വേണമോ? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ? സെയിം മീനിങ് ആണ്. എന്താണ്? നിങ്ങൾക്ക് ഒരു കപ്പ് ചായ വേണമോ എന്നർത്ഥം. ഓക്കെ, ഇനി അടുത്താണ് ചോദിക്കുകയാണ്, വുഡ് യു ലൈക്ക് സം സ്വീറ്റ്സ്? നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് നിന്ന് ഭക്ഷണം കഴിച്ച ശേഷം നമ്മളോട് വെയിറ്റർ ചോദിക്കുകയാണ്. വെയിറ്റർ ചോദിക്കുകയാണ്, എക്സ്ക്യൂസ് മീ, വുഡ് യു ലൈക്ക് സം സ്വീറ്റ്സ്? വുഡ് യു ലൈക്ക് സം സ്വീറ്റ്സ്? അല്ലെങ്കിൽ വുഡ് യു ലൈക്ക് ടു ഹാവ്? ഇങ്ങനെയും പറയാം. വുഡ് യു ലൈക്ക് ടു ഹാവ് സം സ്വീറ്റ്സ്? നിങ്ങൾക്ക് കുറച്ച് മിഠായി വേണമോ അല്ലെങ്കിൽ സ്വീറ്റ്സ് വേണമോ കഴിക്കാൻ? ക്ലിയർ? ഇനി നമുക്ക് ഇങ്ങനെയും ചോദിക്കാം. ഇങ്ങനെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അതിഥി വന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ ഇരുന്നു. വെയിറ്റർ ചോദിക്കുകയാണത്, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? പറയാം, വാട്ട്സ് വുഡ് യു ലൈക്ക് ടു ഹാവ്? ഇതുപോലെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ വാട്ട്സ് വുഡ് യു ലൈക്ക് ടു ഹാവ്? ഇത് നമുക്ക് ആരോടും ചോദിക്കാം, എപ്പോഴും ചോദിക്കാം. ഇങ്ങനെ വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? ഒരു ഓഫർ കൊടുക്കണം. വേണോ? നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്? വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ്? ഇതൊരു 3-4 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായി നമ്മൾ പഠിക്കും. അപ്പോൾ എന്താണ് ഒന്നാമതാണ് പൊളൈറ്റ് റിക്വസ്റ്റ്. വുഡ് യു പ്ലീസ് help me? Would you please go there? Would you please come to me? Would you please? എന്താണ്? പൊളൈറ്റ് റിക്വസ്റ്റ്. രണ്ടാമതാണ് എന്ത്? വുഡ് പ്ലസ് ലൈക്ക്. ഇനി നമ്മുടെ വുഡിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് വുഡ് ലൈക്ക്. എന്താണ്? വുഡ് ലൈക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പൊളൈറ്റ് ഡിസയർ എന്ന് വെച്ചാൽ വിനീതമായിട്ട് ആഗ്രഹിക്കുക. എന്തെങ്കിലും വിനീതമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വുഡ് ലൈക്ക് നമ്മൾ ഒന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഓഫർ കൊടുക്കാനല്ലേ? എന്താണ് ഓഫർ കൊടുക്കണം? വുഡ് യു ലൈക്ക് എ കപ്പ് ഓഫ് ടീ? വുഡ് യു ലൈക്ക് ടു ഹാവ് സം സ്വീറ്റ്സ്? അല്ലേ? ഇതുപോലെ ഓഫർ കൊടുക്കാൻ വേണ്ടി നമ്മൾ വുഡ് പ്ലസ് ലൈക്ക് ഉപയോഗിക്കാറുണ്ട്. ഇനി രണ്ടാമത്തെ വുഡ് ലൈക്ക് ആണെന്ത്? നമ്മൾ എന്തെങ്കിലും ഒരു താഴ്മയോട് കൂടി ആഗ്രഹിക്കുക. എന്താണ്? ആഗ്രഹം, നമ്മുടെ ഒരു വിനീതമായ ആഗ്രഹം. എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ പറയാണ്, ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ എവിടെ പോയി? ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോയി. ഓക്കെ, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റർ വരുന്നു, അല്ലെങ്കിൽ വെയിറ്റർ കാത്തിരിക്കുകയാണ്. വെയിറ്റർ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണെന്ന്, നിങ്ങൾ കൈപോയി പറയാണ്, എക്സ്ക്യൂസ് മീ, ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ. ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ആഗ്രഹിക്കുന്നു. ഓക്കെ, വിനീതമായി അഭ്യർത്ഥിക്കണം. ക്ലിയർ? ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ എന്ന് വെച്ചാൽ എനിക്ക് എന്ത് വേണം? എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണം. ഇത് ഇതൊരു ആഗ്രഹമാണ് നമ്മുടെ. അത് വിനീതമായിട്ട് പൊളൈറ്റ് ഡിസൈറാണ്. ഐ വുഡ് ലൈക്ക് എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ. ഇനി അടുത്താണ് ഷീ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ. എനിക്കൊരു ഗ്ലാസ് ചൂടുവെള്ളം മതി. ഇവൾക്ക് എന്താണ്? ഇവൾക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് ടീ. ഓക്കെ, ഒരു കപ്പ് ചായ. ഇനി അടുത്താണ് ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. ഈ ഒരു ഷീ വുഡ് ലൈക്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറയുന്ന സെൻറ്റൻസിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. എങ്ങനെ? ഷീ വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് ടീ. ക്ലിയർ? ഇനി അടുത്താണ്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, സെൻറ്റൻസ് ആണ്. ഏതാണ്?
ഞാൻ മിസ്റ്റർ അരുൺ, അതായത് മിസ്റ്റർ അരുണിനെ എൻ്റെ അടുത്തേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു വിനീതമായ ഒരു ആഗ്രഹമാണ് മിസ്റ്റർ അരുണിനെ എൻ്റെ അടുത്ത് വിളിക്കണം. അപ്പോൾ പറയാം യെസ് ഐ വുഡ് ലൈക്ക് ടു കോൾ, പറയാം ഐ വുഡ് ലൈക്ക് ടു കോൾ മിസ്റ്റർ അരുൺ ടു മീ നൗ. ഞാൻ ഇപ്പോൾ മിസ്റ്റർ അരുണിനെ എൻ്റെ അടുത്തേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു കോൾ മിസ്റ്റർ അരുൺ ടു മീ നൗ. അതുപോലെ വിളിക്കാം ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്, ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആരെ, അവർ ചീഫ് ഗസ്റ്റ് ഓൺ ദ സ്റ്റേജ്. എന്താണ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് അവർ ചീഫ് ഗസ്റ്റ് ഓൺ ദ സ്റ്റേജ്. ഞാൻ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥിയെ സ്റ്റേജിൽ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, വിനീതമായി ആഗ്രഹിക്കുന്നു. ഓക്കെ, പറയാം ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ്. ഇവിടെ റിക്വസ്റ്റ് ഉപയോഗിച്ചതിൻ്റെ കാരണം നമ്മൾ വലിയ വലിയ ആളുകളെ വിളിക്കുമ്പോൾ അവിടെ റിക്വസ്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പോൾ റിക്വസ്റ്റ് ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് മിസ്റ്റർ അരുൺ, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് മിസ്റ്റർ എന്തെങ്കിലും പേര് പറയാം. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് അവർ ചീഫ് ഗസ്റ്റ് ഓൺ ദ സ്റ്റേജ്, അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് അവർ ക്യാപ്റ്റൻ ഓൺ ദ സ്റ്റേജ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്താണ് ഷി വുഡ് ലൈക്ക് ടു മീറ്റ് മീ ടുഡേ. ഷി വുഡ് ലൈക്ക് ടു മീറ്റ് മീ ടുഡേ. അവൾ ഇന്ന് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ക്ലിയർ? ഇതൊക്കെ എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വേർഡ്സുകളാണ്. വുഡ് ലൈക്ക്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഉപയോഗം മറക്കരുത്. എന്താണ്? വുഡ് യു പ്ലീസ്, എന്തെങ്കിലും ഒരു റിക്വസ്റ്റ്. വുഡ് യു പ്ലീസ് കം ഹിയർ, വുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ, വുഡ് യു പ്ലീസ് ലൈക്ക്. ഇനി നമ്മുടെ നാലാമത്തെ ഉപയോഗമാണ് വുഡിൻ്റെ, അതാണ് പാസ് ഹാബിറ്റ്. എന്താണ് പാസ് ഹാബിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ കഴിഞ്ഞു പോയ ശീലങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, വുഡ് ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞു പോയ ശീലങ്ങൾ. ഫോർ എക്സാമ്പിൾ, എന്താണ് ഇതിൻ്റെ മലയാള അർത്ഥമാണ് ചെയ്യുമായിരുന്നു. എന്താണ് ചെയ്യുമായിരുന്നു? ചെയ്യാൻ കഴിയുമായിരുന്നു അല്ല, ചെയ്യാൻ കഴിയുമായിരുന്നു ആണെങ്കിൽ എന്തുവരും? ഇവിടെ വുഡിന് പകരം കുഡ് വരണം. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ ഉദാഹരണം പറയാണ്. വെൻ ഐ വാസ് യങ്. ഇവിടെ നോക്കാം, ഒന്നാമത്തെ ഉദാഹരണം നോക്കാം. വെൻ ഐ വാസ് യങ്, ഞാൻ യങ്ങായ സമയത്ത്, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ യങ്ങായ സമയത്ത് ഐ വുഡ് ഡാൻസ് വെൽ, ഞാൻ നന്നായി ഡാൻസ് കളിക്കുമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു സംശയം, അല്ല സാറേ നമുക്കിവിടെ വുഡിന് പകരം കുഡ് പോയി കഴിയുമോ? സാറ് കുഡ് പഠിപ്പിച്ചപ്പോൾ സാർ പറഞ്ഞല്ലോ വെൻ ഐ വാസ് യങ് ഐ കുഡ് ഡാൻസ് വെരി വെൽ. തീർച്ചയായിട്ടും നമുക്കിവിടെ കുഡ് ഉപയോഗിക്കാം, അതുപോലെ വുഡ് ഉപയോഗിക്കാം. എന്താ വ്യത്യാസം? മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. എന്താണ്? കുഡ് ഉപയോഗിക്കുമ്പോൾ അത് കഴിവിനെ കാണിക്കുകയാണ്. വെൻ ഐ വാസ് യങ്, ഞാൻ യങ്ങായ സമയത്ത് ഐ കുഡ് ഡാൻസ് വെരി വെൽ, എനിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ കഴിയുമായിരുന്നു. കഴിവിനെ കാണിക്കുകയാണ്, കഴിവിനെ. പക്ഷേ വുഡ് എങ്ങനല്ല, വുഡ് എന്ന് വെച്ചാൽ ശീലങ്ങൾ. എന്താണ്? ചെയ്യുമായിരുന്നു. ഞാൻ യങ്ങായ സമയത്ത് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. ഇതെന്താണ്? വുഡ് ചെയ്യുമായിരുന്നു. കുഡാണെങ്കിലോ കഴിയുമായിരുന്നു, ചെയ്യാൻ കഴിയുമായിരുന്നു. കുഡ് കാണിക്കുന്നു കഴിവിനെ, പക്ഷേ വുഡ് കാണിക്കുന്നു ശീലങ്ങളെ. ഓക്കെ, ശീലങ്ങൾ. ഇനി നമ്മുടെ രണ്ടാമത്തെ ഉദാഹരണമാണ് വെൻ ഷി വാസ് ഇൻ സ്കൂൾ. അവൾ സ്കൂളിൽ ആയിരുന്ന സമയത്ത്, അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഷീ വുഡ് റൺ വെരി ഫാസ്റ്റ്. അവൾ നന്നായി ഓടുമായിരുന്നു. ഇവിടെ കുഡാണെങ്കിലോ അവൾക്ക് നന്നായി ഓടാൻ കഴിയുമായിരുന്നു എന്നായി. ഓക്കെ, രണ്ടും കറക്റ്റാണ്. ഷീ വുഡ് റൺ വെരി ഫാസ്റ്റ്, അവൾ നന്നായി ഓടുമായിരുന്നു. ശീലമാണ്, അവളുടെ കഴിഞ്ഞു പോയ ശീലങ്ങൾ കാണിക്കുകയാണ്. ഇനി അടുത്താണ് ഐ വുഡ് പ്ലേ ചെസ്. ഞാൻ ചെസ് കളിക്കുമായിരുന്നു ഇൻ മൈ ചൈൽഡ്ഹുഡ്. എൻ്റെ ചെറുപ്പത്തിൽ ചെസ് കളിക്കുമായിരുന്നു. ഇനി അടുത്താണ് ഐ വുഡ് സിറ്റ്. ഞാൻ ഇരിക്കുമായിരുന്നു. ആരുടെ കൂടെ? വിത്ത് ഹിം. ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. എൻ്റെ ശീലമാണ്, പാസ്റ്റ്, കഴിഞ്ഞു പോയ ശീലം. ഐ വുഡ് സിറ്റ് വിത്ത് ഹിം, ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. എവിടെ? ഇൻ ദ ക്ലാസ് റൂമിൽ ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. വെൻ ഐ വാസ് ഇൻ കോളേജ്. ഞാൻ കോളേജിലായ സമയത്ത് ഞാൻ അവൻ്റെ കൂടെ ഇരിക്കുമായിരുന്നു. ക്ലിയർ? അപ്പോൾ ഈ ഒരു വെൻ എന്ന് പറയുന്ന സെൻറ്റൻസ് ഉണ്ടല്ലോ, അത് ഈ വെൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ ആദ്യം കൊണ്ടുവരികയാണെങ്കിൽ കോമ വരണം. അതല്ല വെൻ എന്ന് പറയുന്ന സെൻറ്റൻസിനെ പിന്നീടാണ് കൊണ്ടുവരുന്നതെങ്കിലോ കോമ വരാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയും പറയാം. ഞാൻ പറയാണ് ഒന്നാമത്തെ, വെൻ ഐ വാസ് യങ് ഐ വുഡ് ഡാൻസ് വെൽ. ഓക്കെ, സെയിം സെൻറ്റൻസ്, ഐ വുഡ് ഡാൻസ് വെൽ വെൻ ഐ വാസ് യങ്. ഈ വെൻ ഐ വാസ് യങ് ലാസ്റ്റാണ് വരുന്നതെങ്കിലോ കോമ ഉപയോഗിക്കരുത്, ഫസ്റ്റാണ് വരുന്നതെങ്കിലോ കോമ ഉപയോഗിക്കണം. ഓക്കെ, എഴുത്തിൽ നിർബന്ധമാണ്.
സ്പോക്കണിലല്ല, എഴുത്തിലാണ്. ഇനി അടുത്താണ് ഞാൻ പറയാണ് ഹി വുഡ് സ്മോക്ക്. അവൻ പുക വലിക്കുമായിരുന്നു. ഓക്കെ. ഇങ്ങനെ വെൻ ഹി വാസ് 20 years old. അവൻക്ക് 20 വയസ്സായ സമയത്ത് അവൻ സ്മോക്കിംഗ് ചെയ്യുമായിരുന്നു അർത്ഥം. ക്ലിയർ?